ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ്. തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കൊക്കെ ഇപ്പോൾ നല്ല വിലയാണല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് അധികമൊക്കെ വാങ്ങി വെക്കുന്ന സമയത്ത് അത് കേടായി പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യം തന്നെയാണ്. ഒരു തേങ്ങയൊക്കെ മുറിക്കുമ്പോൾ അരമുറിയായിരിക്കും നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അരമുറി അതുപോലെ തന്നെ വെക്കുമ്പോൾ അത് കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ മുറിച്ച തേങ്ങ ഒരു വർഷക്കാലം വരെ കേടാവാതെ സൂക്ഷിക്കാനുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കാം കേട്ടോ. അപ്പം നമ്മൾ തേങ്ങ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ കുടുമി ഭാഗം മുകളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറേ ദിവസം ഇത് കേടാവാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. തേങ്ങ വാങ്ങിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൻ്റെ മുകൾ ഭാഗത്ത് കുടുമിയുള്ളത് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കേടാവാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ തേങ്ങ മുറിക്കാൻ വാക്കത്തിയൊക്കെ ആയിരിക്കില്ലേ എടുക്കുന്നത്. എന്നാൽ വളരെ എളുപ്പത്തിൽ കത്തിയൊന്നും ഇല്ലാതെ തേങ്ങ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കവറിലേക്ക് തേങ്ങ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ഓവർനൈറ്റ് ഫുള്ളായിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ച തേങ്ങയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒരു ചട്ടുകം വെച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കുക മാത്രമാണ് ഇനി ചെയ്യുന്നത്. ഇത് കത്തിയൊന്നും ഉപയോഗിക്കുന്നില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കൈയൊന്നും വേദനിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചട്ടുകം വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിത് പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓടിൽ നിന്ന് വളരെ പെട്ടെന്ന് നമുക്കിത് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ താഴത്തുള്ളത് കുറച്ചൊന്ന് ടൈറ്റ് ആയിട്ടുണ്ട്. അതും ഒന്ന് തട്ടി കൊടുക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് മുറിച്ച് നോക്കുമ്പോൾ ഈ തേങ്ങ വെള്ളം നല്ല ഐസായിട്ടുണ്ടോ. ഓവർനൈറ്റ് ഫ്രീസ് ആയതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ഇതിൽ നിന്നും എടുത്തു മാറ്റാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും ഇത് ഒലിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് എടുത്തിട്ട് നമുക്കിത് ഐസ് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയതിനു ശേഷം കുടിക്കാവുന്നതാണ്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് തേങ്ങാ വെള്ളം. അപ്പോൾ അത് പുറത്തേക്കൊന്നും കളയേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റെസിപ്പി ഉണ്ടാക്കുന്ന സമയത്തും നിങ്ങൾക്കിത് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ ഈ ബ്രൗൺ സ്കിന്നൊക്കെ ഞാനൊന്ന് ഒഴിവാക്കുന്നുണ്ട്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഈ ബ്രൗൺ സ്കിന്നിലുണ്ട്. പക്ഷെ ചില റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെള്ള കളർ മാത്രമായിട്ട് നമുക്ക് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ഈ ഒരു ബ്രൗൺ പോർഷൻ വേണ്ടി വരില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് ഒഴിവാക്കി എടുക്കുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങയുടെ സ്കിന്നും ഇതുപോലെ ഒന്ന് റിമൂവ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് തുള്ളി പോലും വെള്ളമില്ലാത്ത ചെറിയൊരു ജാറിലേക്ക് ഇതുപോലെ ജസ്റ്റ് ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് എത്ര തേങ്ങ വേണമെങ്കിലും ഈ രീതിയിൽ ചിരവാതെ തന്നെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ചിരവിയതിനേക്കാളും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതൊരു കണ്ടെയ്നറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഫ്രീസറിലാണ് വെച്ച് കൊടുക്കുന്നത്. ജോലിക്ക് പോകുന്ന ആളുകൾ അതുപോലെ തന്നെ ബാച്ചിലേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ. ഫ്രീസറിൽ വെക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഈ രീതിയിൽ ഇഡലി തട്ടിൽ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്കിന്ന് പെട്ടെന്ന് ഇളകി വരുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ കത്തുന്ന ഗ്യാസിലേക്ക് കുറച്ച് സമയം ആ തേങ്ങ ഓടോടുകൂടെ തന്നെ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് സമയം ചൂടായി വരുമ്പോൾ തന്നെ അത് തേങ്ങ ഓട്ടിൽ നിന്നും നന്നായിട്ട് ഇളകി വരുന്നതായിട്ട് നമുക്ക് കാണാം. കുറേ സമയം നമ്മൾ വെച്ച് കൊടുത്തിട്ട് ആ തേങ്ങ വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. ഇതുപോലെ നമുക്ക് പെട്ടെന്ന് എടുക്കണം കേട്ടോ. ആവിയിലാണെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് തന്നെയാണ് നമ്മുടെ തേങ്ങ കിട്ടിയിട്ടുള്ളത്. ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് ചിരവിയോ അതുപോലെ തന്നെ മിക്സിയോ ഒന്നും ഇല്ലെങ്കിലും വളരെ എളുപ്പത്തിൽ ഇതുപോലെ നന്നായിട്ടൊരു ഫോർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് തേങ്ങ ചിരവിയെടുത്തതുപോലെ തന്നെ ഇതിൽ നിന്നും ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പെട്ടെന്നൊരു അവിയലോ തോരനോ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ചിരവിയൊന്നും എടുത്ത് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യവുമില്ല. ഒരു ഫോർക്ക് ഉണ്ടെങ്കിൽ ഈ രീതിയിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു സ്ലൈസർ ഉണ്ടെങ്കിൽ മുഴുവൻ തേങ്ങയും നമുക്ക് വളരെ പെട്ടെന്ന് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ടിപ്പും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. തേങ്ങാപ്പാൽ നല്ല കട്ടിയിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ ഇതുപോലെ ഒന്ന് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ചുടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല കട്ടിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചരി സോക്ക് ചെയ്താണ്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവും. നല്ല കട്ടിയായിട്ടുള്ള നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള തേങ്ങാപ്പാൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലായിട്ടും ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഈ തേങ്ങാപ്പീര് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയേണ്ട ആവശ്യമില്ല. സ്വീറ്റ്സ് കുക്കീസ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇടുന്നതായിട്ട് നമുക്ക് കാണാം. അങ്ങനെയുള്ള റെസിപ്പികൾക്കൊക്കെ നമുക്കിത് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്.
അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഐസ് ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. കുറേ കാലം ഇത് കേടാവാതെ ഇരിക്കുകയും ചെയ്യും. പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ പാലില്ലെങ്കിൽ പാലിന് പകരമായിട്ട് നമുക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം ചായ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് ടീ ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. മാത്രമല്ല ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചിലവർക്ക് നല്ല തേങ്ങാപ്പാലിൽ മുക്കി കഴിക്കാനായിരിക്കും താല്പര്യം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ രാവിലെ തിരക്കിട്ട ജോലികൾക്കിടയിൽ നമ്മൾ തേങ്ങാപ്പാൽ ഇതുപോലെ ഒന്നും എടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതുപോലൊരു ക്യൂബ് എടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുത്താൽ മാത്രം മതിയാവും. വളരെ പെട്ടെന്ന് നമുക്ക് തേങ്ങാപ്പാൽ റെഡിയായി കിട്ടുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ട് തേങ്ങ നമുക്ക് കേടാവാതിരിക്കുകയും ചെയ്യും. വിലക്കുറവിൽ തേങ്ങ വരുന്ന സമയത്തൊക്കെ ഈ രീതിയിലൊക്കെ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരുപാട് പൈസയും സമയവും ഒക്കെ നമുക്ക് ലാഭിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ കുറച്ച് തേങ്ങ ചിരവിയതിന് ശേഷം ഈ ഒരു അരമുറി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അതിൽ പിങ്ക് കളറായിട്ട് പൂപ്പലൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അല്ലെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെ വരും. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഇതുപോലുള്ള കണ്ണുള്ള ഭാഗമാണെങ്കിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. എന്നിട്ട് തേങ്ങയുടെ ഉള്ളിൽ വശത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലായിടത്തും തേച്ച് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരാഴ്ച വരേക്കും നല്ല ഫ്രഷ് ആയിട്ട് നമ്മളുടെ തേങ്ങ ഇരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തതായിട്ട് നമ്മളുടെ തേങ്ങ ഒരു വർഷം വരെയൊക്കെ എങ്ങനെ കേടാവാതിരിക്കാമെന്നാണ് ഞാനിവിടെ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പ് കടായിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ മുഴുവനായിട്ടും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നിങ്ങൾ എത്ര തേങ്ങയാണ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നത് അത്രയും തേങ്ങ നിങ്ങൾക്ക് ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതിലേക്ക് എണ്ണയോ ഒന്നും തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേറെ ഒരു ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുക്കേണ്ട. ഈ രീതിയിൽ തന്നെ നമുക്ക് നന്നായിട്ട് ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ തേങ്ങയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നുണ്ട്. ഇപ്പോഴും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടില്ല. അപ്പോൾ എല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് വരെ തന്നെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ. ചട്ടി നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് കരിയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു തുള്ളി വെള്ളമില്ലാതെ നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോഴാണ് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാതെ തന്നെ ഒരു വർഷത്തോളമൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. യാതൊരു ടേസ്റ്റ് വ്യത്യാസമോ ഒന്നും തന്നെ ഉണ്ടാവില്ല. മണവോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്കിതൊന്ന് ഡ്രൈ ആയിട്ട് വരണം. അതുവരെ ഒന്നും കൂടെ ഒന്ന് വറുത്തെടുക്കാം. ഇതുപോലുള്ള ചട്ടി എടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മളുടെ തേങ്ങ നന്നായിട്ട് ഇവിടെ റോസ്റ്റ് ആയി വന്നിട്ടുണ്ട്. ഇത് ചൂടാറിയതിന് ശേഷം ഞാൻ ഡ്രൈ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം പുറത്ത് തന്നെ വെക്കാവുന്നതാണ്. കുറേ ദിവസം കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലും യാതൊരു പ്രശ്നമില്ല കേട്ടോ. ഫ്രീസറിലും നമുക്കിത് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഉപകാരമുള്ള നല്ലൊരു ഐഡിയ തന്നെയാണിത്. ഈ തേങ്ങയ്ക്ക് വില കൂടിയ സമയത്ത് ഈ രീതിയിലൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഒരു തുള്ളി പോലും തേങ്ങ കേടാവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ചെരുവി എടുത്തിട്ടുള്ള തേങ്ങയും വറുത്ത തേങ്ങയും ഇതുപോലെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്.